ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശൻ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും അവിടെ ചന്ദ്രസേനനെ കാണാം കേട്ടോ. ഓ, ഈ കാലമാടൻ ഇവിടെ തന്നെയാണല്ലോ നിൽപ്പ് എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ചന്ദ്രസേനൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നു കേട്ടോ. അത് കാണുമ്പോൾ പ്രകാശൻ ധൈര്യത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറി പോവാണ്. അകത്ത് കയറിയതിനു ശേഷം കിരൺ കിടക്കുന്ന വാതിലിൽ മുട്ടുന്നുണ്ട്. മുട്ടുമ്പോൾ തന്നെ കിരൺ പെട്ടെന്ന് കയ്യില് ആ ഒരു പ്ലാസ്റ്റിക് കിട്ടിയതിനു ശേഷം കല്യാണി പറയുന്നത്, കല്യാണി പോയി നോക്ക് എന്ന് പറയണം. കല്യാണി വാതിൽ തുറക്കുമ്പോഴേക്കും പ്രകാശിനെയാണ് കാണുന്നത്. ഓ, നിങ്ങളായിരുന്നോ? എന്താ, ഞാൻ വന്നൂടേടി, മാറ് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറുവാണ്. ഹോ, എങ്ങനെ നടന്നത്? ചെറുപ്പക്കാരനാ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഒന്നും സംസാരിക്കാൻ പറ്റില്ലേ? ആരെയും തിരിച്ചറിയാൻ പറ്റില്ലേ എന്ന് കല്യാണി ചെയ്യുമ്പോ കല്യാണി പറയണ്ടേ, ഓ, ഇത് തന്നെയാണല്ലോ നിങ്ങൾ ആഗ്രഹിച്ചതും. നിങ്ങളെപ്പോലുള്ളവരല്ലേ കിരണിട്ട് ഇങ്ങനെ കിടത്തിയത്. അങ്ങനെ തന്നെ വിചാരിച്ചോടി. പക്ഷെ ഇതിൽ എനിക്കൊരു പങ്കുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് കിരണിനോട് ഒരു ശത്രുതയില്ലടി. ഇവൻ സത്യം പറയാനോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പക്ഷെ ഇവനോട് ഞാൻ ഒരുപാട് പ്രാവശ്യം വാണിംഗ് കൊടുത്തിരുന്നു. നിന്നെ കല്യാണം കഴിക്കരുത്, നീ ജാതക ദോഷമുള്ളവളാണ്, നിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവന്റെ ജീവിതം കുത്തുവാളാകുന്നു. ഞാൻ എത്ര പ്രാവശ്യം വാണിംഗ് കൊടുത്തിരുന്നറിയാവോ? പക്ഷെ ഇവനത് കേട്ടില്ല. നിന്നെ ഒരുപാട് സ്നേഹിച്ചു, നിന്നെ കല്യാണം കഴിച്ചു. അതിനുള്ള ശിക്ഷയാടി ദൈവം ഇവനെ കൊടുത്തേക്കുന്നത്. കണ്ടില്ല, ചത്ത ജഡം പോലെ കിടക്കണത്. ദേ, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകാവോ എന്ന് പറയാണ്. ആ സമയത്ത് പ്രകാശം വരുന്ന പ്രകാശം പറഞ്ഞടി, ഞാൻ വന്ന് ഇവനെ കാണാനാടി, ഇവനെ കണ്ട് ഇവന് ദുഃഖം അറിയിക്കണ്ടേ, ദുഃഖം അറിയിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് കിരണ്ണ നോക്കാണ്. എല്ലാം നന്നായിട്ട് നടക്കും, നീ പഴയ പോലെ തന്നെ ആകും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കുന്ന പോലെ വെറുതെ കളിയാക്കി ചിരിക്കും കേട്ടോ. ശേഷം കിരണിനോട് പറയുന്നുണ്ട്, എന്നെ മനസ്സിലായോ, എന്നെ അറിയാവോ നിനക്ക് എന്ന് പറയുമ്പോഴേക്കും കിരൺ ആരാ എന്നിങ്ങനെ ചോദിക്കാണ്. ഓഹോ, അപ്പൊ എന്നെ അറിയില്ലേ? എന്നാ ഞാൻ പറയാ, നിന്റെ ശത്രുപക്ഷത്തുള്ള ഒരാളാണ്. അപ്പൊ ശത്രുപക്ഷത്തുള്ള ആരെയും നിനക്ക് ഓർമ്മയില്ലല്ലേ? ഹോ, ഇങ്ങനെ നടന്ന ചെറുപ്പക്കാരൻ ഇങ്ങനെ കിടക്കുമ്പോ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. എല്ലാത്തിനും കാരണം നീയാടി. നിനക്ക് ഇവൻ കല്യാണം കഴിച്ചോണ്ടാ ഇങ്ങനെയൊക്കെ ആയത്. എനിക്കിവിടെ ഒരു ശത്രുതയില്ലായിരുന്നു, നീയാ എല്ലാത്തിനും കാരണം എന്നൊക്കെ പറയാണ്. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കേ എന്നൊക്കെ കല്യാണി പറയാണ്. ആ, പോവാൻ തന്നെയാണ് വന്നത്. ഇവന്റെ ഈ കിടപ്പൊന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു. എന്തായാലും ഭയങ്കര സങ്കടമുണ്ട്, അതിയായ സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശൻ അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. പ്രകാശം പോയിക്കുമ്പോ തന്നെ കല്യാണി വാതിൽ കൊട്ട ഇങ്ങനെ അടയ്ക്കുവാണ്. ശേഷം കിരണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കിരണിനെ പുച്ഛത്തോടു കൂടി തന്നെ ഇങ്ങനെ ചിരിക്കുവാട്ടോ. പ്രകാശം പോയ വഴി നോക്കിയിട്ട് പ്രകാശന് ഭയങ്കര സന്തോഷമാണ്. പ്രകാശനെ ചിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുവാണ്. അതേസമയം വിക്രവും രാഹുലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്രം പറയണ്ട്, അച്ഛൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു വിവരവും ഇല്ലല്ലോ, ഇതുവരെ വിളിച്ചുമില്ലല്ലോ എന്ന് പറയാണ്. ഇനി ഏത് കോലത്തിലാണാവോ അച്ഛൻ വരുന്നത് എന്ന് പറയുമ്പോ രാഹുൽ പറയണ്ട്, ഒന്നും പറയാൻ പറ്റില്ലടാ, എനിക്കൊന്നും അവിടം വരെ പോണോന്നുണ്ട്. അവൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കിയിട്ട് വേണം എനിക്കും അവിടെ വരെ ഒന്ന് പോവാനായിട്ട് എന്ന് രാഹുൽ പറയാണ്. അങ്ങനെ ഗേറ്റ് തുറന്ന് സന്തോഷത്തോടു കൂടി തന്നെ പ്രകാശം വരുവാട്ടോ. അതേ, അച്ഛൻ വന്നു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിക്രം നോക്കുമ്പോഴേക്കും പ്രകാശം തന്നെയാണ്. ആ, അച്ഛ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി? എന്താകാ, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ ചന്ദ്രസേന ഉണ്ടായതും അയാളെ പോയി കേട്ടാ ഞാൻ അകത്ത് കയറുന്നത്. ആ കല്യാണം എന്ന് പറഞ്ഞ എറണാകുളത്തോട് മാത്രമേ അകത്ത് ഉണ്ടായിരുന്നുള്ളൂ. കിരണ്ണ കണ്ടു, അവനിങ്ങനെ ചത്ത് കിടക്കുന്ന പോലെ കിടക്കുവാടാ, ആരെയും ഓർമ്മയില്ല. നിന്നോട് കണ്ട് അവനൊന്നും സംസാരിച്ചില്ലേ എന്ന് രാഹുൽ ചോദിക്കാണ്. ഇല്ലടാ, അവന് ആരെയും ഓർമ്മയില്ല. എന്നോട് കണ്ടപ്പോ ചോദിക്കാ ആരാന്ന്. അതിനർത്ഥം എന്താ? അവൻ ആരെ അറിയില്ലടാ, അവന്റെ ഭാര്യനെ പോലും അവനെ അറിയില്ല. അവന്റെ കിടപ്പ് കണ്ടപ്പോ എനിക്ക് എന്തോ ഓർമ്മ എന്നറിയാവടെ രാഹുലെ, നമ്മുടെ ഈ താളവട്ടം സിനിമയിലെ അവസാനം മോഹൻലാൽ ഒരു കിടപ്പ് കിടക്കുന്നത് നിനക്ക് ഓർമ്മയില്ലേ? എടാ, അതുപോലെ തന്നെയാണ് അവൻ കിടക്കണത്. ഒരു ഓർമ്മയില്ല, ബോധമില്ല, മോളിൽ നോക്കി ഇങ്ങനെ ചത്ത പോലെ കിടക്കും. എടാ, എനിക്കൊന്നും അവനെ കാണാൻ പോണുണ്ട്. പോണോടാ, നീ പോണം. എടാ വിക്രമേ, നീയും പോണം. കാണേണ്ട കാഴ്ച തന്നെയാടത് എന്ന് പറയണ. വിക്രം പറയണ്ടേ, എനിക്ക് പോണോ അച്ഛാ, എനിക്ക് പോയിട്ട് ഒന്ന് കാണണം അവനെ. നമുക്ക് 3 പേർക്കും കൂടി പോയിട്ട് ഒരു റീത്ത് മേടിക്കാം. എന്നിട്ട് അവന്റെ ചത്ത പോലെ തന്നെ കിടക്കുന്ന ആ ശവം ഉണ്ടല്ലോ, അതിന് മുകളിലേക്ക് വെച്ച് നമുക്ക് സന്തോഷിക്കാടാ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കാട്ടോ. ശേഷം പ്രകാശം പറയണ്ടേ, എന്നാലും രാഹുലെ, നീ പറഞ്ഞയച്ച ഗുണ്ട അടിപൊളിയാണ് കേട്ടോ. ഒരു കണക്കിന് അവനെ കൊല്ലാതിരുതാൻ നന്നായി. അവൻ ഇതുപോലത്തെ കിടപ്പ് മരണം വരെ കിടക്കണം, നമുക്ക് കണ്ണു നിറച്ചൊന്ന് കാണാലോടാ. അത് സന്തോഷമുള്ള കാര്യമല്ലേ? അവൻ മരിച്ചിങ്ങനെ 2-3 ദിവസം കഴിയുമ്പോ എല്ലാവരും അത് മറക്കും. പക്ഷെ ഇതാകുമ്പോഴേക്കും ജീവിതാവസാനം വരെ കണ്ടുചിരിക്കാനുള്ളൊരു വകയായില്ലേടാ. അതെ, അത് ശരിയാടാ പ്രകാശം നീ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് രാഹുൽ പറയണ്ടേ. അവന്റെ തലയിൽ നെരമ്പൊക്കെ പൊട്ടിക്കാണും, ഇനി അതൊന്നും നേരെ അവൻ പോകുന്നില്ല. അതെ, അവൻ മരണം വരെ അങ്ങനെ കിടക്കും, കിടന്ന് നരകിച്ച് അവൻ ചാകും എന്നൊക്കെ പറഞ്ഞിട്ട് അവര് 3 പേരും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാർത്തികേനെയാണ്. കാർത്തികയുടെ ഫോണിലേക്ക് ഗംഗപ്രസാദ് വിളിച്ചിരിക്കാട്ടോ. അപ്പൊ കാർത്തിക ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, ആരാ എന്ന് ചോദിക്കുകയാണ്. ഓ, നിനക്ക് എന്റെ പുതിയ നമ്പർ അറിയില്ലല്ലോ, അതുകൊണ്ടിട്ടേക്കും എടുത്തതല്ലേ? ഗംഗേട്ടൻ എന്ന് പറയുമ്പോ, അതേടി ഗംഗേട്ടൻ തന്നെയാ. ഞാന് നിന്റെ അടുത്തുണ്ട്, തൊട്ടടുത്ത്, നീ നിൽക്കുന്നിടത്ത് തന്നെയുണ്ട്. അല്ല, നിന്റെ അമ്മ എവിടെയാ? അമ്മ എവിടെയാന്ന് നിനക്കറിയില്ലേ? അമ്മ ചെന്നൈയില. നോണ പറയില്ല നീ. അമ്മ ചെന്നൈയിലും ഇല്ല, ഇവിടെയില്ല. ഞാൻ വരുന്നത് പ്രമാണിച്ച് നീ അമ്മയെ മാറ്റിയല്ലേ? സത്യമായിട്ട് എനിക്കറിയില്ല ഗംഗേട്ടാ. പിന്നെ നിനക്കറിയില്ല പോലും. നിന്റെ അമ്മ എവിടെ നിനക്കറിയില്ല അല്ലേടി? ഒരു ദിവസം 3-4 വട്ടങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവല്ലോ. സാരില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. നീ അമ്മ വിളിക്കുമ്പോ പറഞ്ഞേക്ക് നിന്റെ ഗംഗേട്ടൻ തൊട്ടടുത്ത് എത്തിയെന്ന് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്.
അത് കേൾക്കുന്നതും കാർത്തികക്കാണെങ്കിൽ ആകെ സന്തോഷമാവാട്ടോ, സോറി വിഷമാവാട്ടോ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ പിന്നീട് കാണിക്കുന്നത് സരയുവിനെയാണ്. സരയു ആകെ സന്തോഷത്തോടു കൂടി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാട്ടോ. ഷാരി പറയണ്ടേ, എന്താ മോളെ നിന്റെ അച്ഛനെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ, നിന്റെ അച്ഛൻ മരിച്ചു കാണുമായിരിക്കും. ആ എനിക്കൊന്നും അറിയില്ല, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അച്ഛൻ ഇത്ര നാളെ വട്ടനെയും പൊട്ടനെയും പോലെ നടന്നിട്ടുണ്ടെങ്കിൽ കാര്യം സാധിച്ചല്ലോ അമ്മോ. എന്തായാലും സന്തോഷമായിട്ടുള്ള കാര്യമാണ്. അമേരിക്കയിൽ പോണ മുമ്പ് എല്ലാത്തിന്റെ കരച്ചിലൊക്കെ എനിക്ക് കാണാലോ. അച്ഛൻ ഇപ്പൊ കിരൺ ആണ് ഉന്നം വെച്ചത്, ഇതിനടുത്ത് സോണീനെ ആയിരിക്കും. അവളുടെ സങ്കടം കൂടി കണ്ടിട്ട് എല്ലാവരുടെ സങ്കടം കണ്ടിട്ട് വേണം എനിക്ക് അമേരിക്കയിൽ പോയിട്ട് അടിച്ചു പൊളിക്കാനായിട്ട്. മോളെ എനിക്കിപ്പൊ അങ്ങനത്തെ ആഗ്രഹമൊന്നും ഇല്ല മോളെ, സങ്കടം കാണണം എന്നുള്ള ആഗ്രഹമൊന്നും അമ്മക്കില്ലായിരിക്കും. പക്ഷെ എനിക്ക് നന്നായിട്ടുണ്ട്, ശത്രുക്കളുടെ സങ്കടം കണ്ട് സന്തോഷിച്ചിട്ട് വേണം എനിക്ക് അമേരിക്കയിലേക്ക് പോവാനുണ്ട് എന്ന് സരയു പറയുമ്പോ ഷാരി മനസ്സിൽ വിചാരിക്കാണ്, എന്റെ ഈശ്വര, അവളെക്കാളൊക്കെ കല്യാണേക്കാളും ഒരുപാട് ദുഃഖിക്കാൻ പോണത് എന്റെ ഈ മോളാണെന്നുള്ള കാര്യം ഇവൾക്ക് അറിയില്ലല്ലോ എന്നൊക്കെ പണ്ട് ഷാരി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കട്ടോ. ശേഷം കാണിക്കുന്നത് കാർത്തികേനെയാണ്. കാർത്തിക ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് വാതിലിൽ മുട്ടുന്നുണ്ട്. കിരൺ വീണ്ടും കയ്യിൽ ഉറയെ കെട്ടിട്ടതിന് ശേഷം ഒന്നും അനങ്ങാതെ പോലെ അങ്ങനെ കിടക്കുവാട്ടോ. കല്യാണി വാതിൽ തുറക്കുന്നുണ്ട്. കല്യാണി, കിരൺ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ വരുന്ന വഴിക്ക് വിക്രത്തിനെ കണ്ടായിരുന്നു. അവൻ പറയാ കിരൺ ഇപ്പൊ സംസാരിക്കാനൊന്നും അധികം പറ്റണില്ല, പിന്നെ കിടന്ന കിടക്കണത് ആരും ഓർമ്മയൊന്നും ഇല്ലെന്ന്. സത്യമാണ് കല്യാണി, അവനത് പറഞ്ഞപ്പോ അവന്റെ മുഖത്തോട് ഒറ്റ അടി വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. കിരണേ ഇപ്പൊ ഓർമ്മശക്തിയൊന്നും ഇല്ലേ കല്യാണി? അടി കിട്ടിയത് കൊണ്ടിട്ടാണോ കല്യാണി എന്നൊക്കെ കാർത്തിക ചോദിക്കുമ്പോ കിരൺ പറയുന്നുണ്ട്, അതെ തലക്കടി കിട്ടിയോണ്ട് ഒന്നും ഓർമ്മയില്ല, അത് പറഞ്ഞ് ചിരിക്കുകയാണ്. അത് കാണുമ്പോഴേക്കും കാർത്തികയ്ക്ക് ചിരി വരുന്നുണ്ട്. അപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലേ? ഇല്ല, അതെ ഞങ്ങൾ കളിക്കണ ഒരു നാടകമാണ് കാർത്തികേത്. ശത്രുപക്ഷത്തുള്ളവരൊക്കെ സന്തോഷിക്കട്ടെ. സത്യം പറഞ്ഞ എന്റെ തലക്ക് അടി കിട്ടുന്നത് ശരി തന്നെയാണ്, പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കാർത്തികെ പറയുമ്പോഴേക്കും കല്യാണി പറയുന്നുണ്ട്, കാർത്തികേച്ചി കുറച്ചു മുമ്പ് ഇവിടെ ആ വിക്രത്തിന്റെ അച്ഛൻ വന്നായിരുന്നു, ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കിരണേട്ടൻ ഇപ്പൊ ഓർമ്മശക്തിയൊന്നും ഇല്ലല്ലോ അതറിഞ്ഞിട്ട്. എന്തായാലും പണം മുടക്കിയവർക്ക് കുറച്ച് സന്തോഷിക്കട്ടെ, പണം മുടക്കി ഗുണ്ടകൾ അയച്ചല്ലേ, അവർ സന്തോഷിക്കട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. അത് ചെയ്താലും നന്നായി എന്ന് പറയാണ്. പിന്നെ എന്റെ ഏട്ടൻ ഗംഗപ്രസാദ് നാട്ടിലെത്തിയിട്ടുണ്ട്, അയാളെ വരവ് എന്നെ അറിയിച്ചിട്ടുണ്ടെന്ന് പറയാണ്. കിരൺ പറയുന്നുണ്ട്, നമുക്ക് നോക്കാം കാർത്തികേ, നീ ടെൻഷൻ ആവണ്ട, എല്ലാം നമുക്ക് വേണ്ട പോലെ ചെയ്യാം എന്ന് പറയാണ്. എന്തായാലും എന്റെ ജീവൻ രക്ഷപ്പെട്ടു. ആ പ്രകാശ് എന്ന് പറഞ്ഞ ആള് വന്നപ്പോഴും ഇവളെ കുറ്റപ്പെടുത്തുണ്ടായിരുന്നു, ഇവളുടെ ജാതകദോഷം കൊണ്ടാ എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് അയാള് പറഞ്ഞത്. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് എഴുന്നേക്കട്ടെ, എല്ലാത്തിനും ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. എപ്പോഴാണ് ഡിസ്ചാർജ് ആവണതെന്ന് കാർത്തിക ചോദിക്കുമ്പോ കല്യാണി പറയുന്നുണ്ട്, ഇന്ന് തന്നെ ഡിസ്ചാർജ് ആവും, ബില്ല് ഇപ്പൊ വരും, അതിന് അടച്ചു കഴിഞ്ഞാൽ പോകാന്നാ ഡോക്ടർ പറഞ്ഞത്. ആ ശരി എന്ന് പറയാണ്. കാർത്തികക്ക് ഭയങ്കര സന്തോഷമാവട്ടെ കിരൺ ഒന്നും പറ്റിയില്ല എന്ന് അറിയുമ്പോ. അതിനുശേഷം കാണിക്കണത് നമ്മുടെ കിരണിനെയും കൂട്ടിക്കൊണ്ട് കല്യാണിയും അതുപോലെ തന്നെ ചന്ദ്രസേനും കൂടി കിരണിന്റെയും കല്യാണിന്റെയും വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെ താങ്ങി പിടിച്ചിട്ടാണ് കിരണിനെ ഇറക്കണത്. കാരണം സരയും ഷാരിയും കൂടി ജനലരികെ നോക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ സരയും ജനലിൽ കൂടി നോക്കണം. അമ്മേ പെട്ടെന്ന് വാമേ, ദേ ഈ കാഴ്ച ഒന്ന് കണ്ടേ എന്ന് പറയാണ്. അങ്ങനെ ഷാരി വരുമ്പോഴേക്കും ഷാരി ആ കാഴ്ച കാണാൻ, കണ്ടില്ലേ അമ്മേ, നമ്മൾ കാണാൻ ആഗ്രഹിച്ച കാഴ്ച, അവനിപ്പം നിവർന്ന് നിൽക്കാനൊന്നും കഴിവില്ലാന്ന് തോന്നുന്നു. ഹോ എന്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ച. മോളെ നീ ആ ജനലടക്ക്, ആ ചന്ദ്രസേൻ എങ്ങാനും ജനലിൽ കൂടി നമ്മൾ നോക്കണം പറഞ്ഞല്ലേ നേരെ ഇങ്ങോട്ടേക്ക് വരും, അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ടേക്ക് വരും. മോളെന്തായാലും അതൊന്നും കാണണ്ട, കഥ കിടക്ക് എന്ന് പറയാണ്. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദീപ ഇങ്ങനെ കിരണിനെ നോക്കുമ്പോഴേക്കും കല്യാണി പറയണ്ട, അമ്മേ ഇപ്പൊ ഒന്ന് കിരണിട്ടോട് സംസാരിക്കണം കേട്ടോ, അയൽക്കാര് ജനൽ വഴി തുറന്നു നോക്കുന്നുണ്ട്, അവരുടെ മുമ്പിൽ നമ്മൾ അഭിനയിക്കണം, കിരണിട്ടൻ ഓർമ്മശക്തി ഇല്ലാത്ത പോലെ അഭിനയിക്കണം. ശരി മോള് എന്ന് പറയാണ്. അങ്ങനെ കിരണിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറുവാണ് കല്യാണിയും ചന്ദ്രസേനും കൂടിയിട്ട്. അങ്ങനെ സരയുവിന് അതൊക്കെ കണ്ട് സന്തോഷമാവാണ്. എന്തായാലും സന്തോഷമുള്ള കാര്യങ്ങൾ അമ്മയെ കാണുന്നതൊക്കെ. എന്നാൽ അമേരിക്കയിൽ പോണ മുമ്പ് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സരയു ആകെ സന്തോഷിച്ചിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.